ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നമുക്കെങ്ങനെ ഒരു 2-dimensional അറേ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നമ്പർ ഉപയോഗിച്ച് നമുക്കെങ്ങനെ 2D അറേ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. സോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ 1-dimensional അറേ ക്രിയേറ്റ് ചെയ്തിരുന്നു. 1-dimensional അറേ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ numpy.array എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് ആർഗ്യുമെൻ്റായി ഒരു ലിസ്റ്റാണ് നമ്മൾ കൊടുത്തത്. എന്നാൽ നമ്മൾ 2-dimensional അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിലോട്ട് പാസ് ചെയ്യേണ്ടത് ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ആണ്. സോ ഒരു കൂട്ടം ലിസ്റ്റുകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ആർഗ്യുമെൻ്റ് ആയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2-dimensional അറേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് 2-dimensional അറേയെ നമ്മൾ മാട്രിക്സ് എന്നും വിളിക്കുന്നു. സോ നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഓരോ ലിസ്റ്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ മാട്രിക്സിനുള്ളിലെ ഓരോ റോയെയാണ്. സോ നിങ്ങൾക്കിവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 4x3 മാട്രിക്സ് ആണ്. സോ 4x3 മാട്രിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 റോയും ഉണ്ടായിരിക്കും, 3 കോളംസും ഉണ്ടായിരിക്കും. സോ നമ്മൾ ഓരോ ലിസ്റ്റും നമ്മൾ 1 2 3 എന്ന് പറയുന്ന ലിസ്റ്റ് ഇവിടെ ആദ്യത്തെ റോ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ ലിസ്റ്റ് 1 2 3. പിന്നെ 4 5 6 അതുപോലെ അത് നമുക്ക് രണ്ടാമത്തെ റോ ആയി ലഭിക്കും. അതുപോലെ 7 8 9 10 11 12 ഇങ്ങനെ 3 എലമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള 4 ലിസ്റ്റാണ് നമ്മളൊരു ലിസ്റ്റിനുള്ളിൽ പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു 2-dimensional അറേ അല്ലെങ്കിൽ ഒരു മാട്രിക്സ് ലഭിക്കുന്നതായിരിക്കും. ഇതിന് 2 ആക്സിസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് റോസും കോളംസുമായി ഇതിനെ വേർതിരിക്കാൻ സാധിക്കും. സോ നമ്മൾ ഈ ഒരു രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 റോസ് ലഭിക്കും, അതുപോലെ 3 കോളംസ് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു 2-dimensional അറേ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പോലെ ഇത് പുതിയൊരു നോട്ട്ബുക്കാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് numpy ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് numpy ആസ് np. അതിനുശേഷം നമ്മൾ arr1 നമുക്കറിയാം നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഈ ലിസ്റ്റിനുള്ളിലാണ് നമ്മൾ മറ്റു ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് 1 2 3. അതിനുശേഷം നമ്മൾ കോമ കൊടുക്കുന്നു. പിന്നെ നമ്മൾ രണ്ടാമത്തെ ലിസ്റ്റ്, രണ്ടാമത്തെ റോ 4 5 6 കോമ കൊടുത്ത ശേഷം മൂന്നാമത്തെ ലിസ്റ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ റോ 7 8 9. അതുപോലെ നമ്മൾ നാലാമത്തെ ലിസ്റ്റായിട്ടുള്ള 10 11 12. സോ ഇതിനെ നമുക്ക് numpy.array എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലോട്ട് മാറ്റാം. സോ നമ്മളിവിടെ np.array എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനിലോട്ട് മാറ്റുന്നു. സോ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. സോ ഈ രീതിയിൽ കൊടുത്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്തതിന് ശേഷം നമുക്ക് arr1 പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ 2-dimensional അറേ ലഭിക്കുന്നതായിരിക്കും. 1 2 3 4 5 6 7 8 9 10 11 12. സോ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഈ സെയിം സംഭവമാണ്, സെയിം ഒരു മാട്രിക്സ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് 2 ആക്സിസ് ഉള്ള അല്ലെങ്കിൽ റോസും കോളംസുമുള്ള ഒരു ലിസ്റ്റിൽ 3 എലമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു 4 ലിസ്റ്റുകളുടെ ഒരു ലിസ്റ്റ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു 2-dimensional അറേ അല്ലെങ്കിൽ മാട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് ഡയമെൻഷൻ നോക്കണമെങ്കിൽ, ഡയമെൻഷൻ പ്രോപ്പർട്ടി നോക്കണമെങ്കിൽ നമ്മളിവിടെ arr1.ndim എന്ന് പറയുന്ന പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുന്നു. സോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 എന്ന് ലഭിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇതൊരു 2-dimensional അറേ ആണ്. നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തത് 4x3 മാട്രിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ 4x3 2-dimensional അറേ ആണ്. സോ 4x3യിൽ നമുക്ക് 4 റോസ് ഉണ്ടായിരിക്കും, 3 കോളംസ് ഉണ്ടായിരിക്കും. ഇനി നമുക്കൊരു 2x3 എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? 2x3യിൽ നമുക്ക് 2 റോസും 3 കോളംസും ഉണ്ടായിരിക്കും. സോ നമുക്ക് arr2 എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് നമുക്ക് നമ്മുടെ അടുത്ത അറേ ക്രിയേറ്റ് ചെയ്യാം. np.array. സോ ഇതിനുള്ളിൽ നമുക്ക് ആദ്യം ഒരു ലിസ്റ്റ്, നമ്മുടെ മെയിൻ ലിസ്റ്റ്, ആ മെയിൻ ലിസ്റ്റിനുള്ളിൽ നമ്മുടെ ഓരോ ലിസ്റ്റും ഓരോ റോസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ലിസ്റ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 2x3 ആണ്, 2 റോസും 3 കോളംസും. സോ നമുക്കിവിടെ 10 20 30 നമ്മുടെ ആദ്യത്തെ റോ ആയി കഴിഞ്ഞു. അതിനുശേഷം കോമ കൊടുത്ത ശേഷം രണ്ടാമത്തെ റോ ക്രിയേറ്റ് ചെയ്യാം. 40 50 60. ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്തതിന് ശേഷം നമുക്ക് arr2 പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള ഒരു അറേ ലഭിക്കുന്നതായിരിക്കും. 2 റോസും 3 കോളംസുമുള്ള 2x3 മാട്രിക്സിലുള്ള ഒരു അറേ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ array 2.ndim എന്ന് പറയുന്ന പ്രോപ്പർട്ടി ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഉദാഹരണമായി നമുക്കൊരു അറേക്കുള്ളിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് കാണുന്നതിന് നമ്മൾ ആ അറേയുടെ പേര് കൊടുക്കുക. 2. നമ്മൾ സൈസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാം.
സൈസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 എലമെൻറ്റ്സ് 6 എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കും. സോ ഈ അറേ 2-നുള്ളിൽ നമുക്കിവിടെ 6 എലമെൻറ്റ്സ് ആണുള്ളത്. സോ നമുക്ക് ഇനി അറേ 1-ൻ്റെ സൈസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാം. സോ അറേ 1 ഡോട്ട് സൈസ്. സോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 12 എലമെൻറ്റ്സ് ഉണ്ട്. സോ നമ്മൾ മുകളിൽ പോയി നോക്കിയാൽ നമുക്കറിയാം നമ്മൾ 4/3 മാട്രിക്സ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അതിൽ നമുക്ക് 4/3 4 × 3 നമുക്ക് 12 ലഭിക്കും. 12 എലമെൻറ്റ്സ് ആണ് ഇവിടെയുള്ളത്. ആ ഒരു റിസൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് സൈസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറേക്കുള്ളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാം.